നമസ്കാരം. ദേശീയം സാർവദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നേപ്പാളിന് പിന്നാലെ ശ്രീലങ്കയും ചുവന്നിരിക്കുന്നു. ശ്രീലങ്കൻ ജനത ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ രാജ്യത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്നു. സാമ്രാജ്യത്വ നയങ്ങളും നവ ഉദാരവൽക്കരണ നയങ്ങളും ലോകത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇനി കാത്തിരുന്ന് കാണണം. Рабочая крестьянская революция, о необходимости которой все время говорили большевики, совершилась. മാർക്സാണ് ശരി. ലോകം ഒരിക്കൽ കൂടി പറയുന്നു. വംശീയത, കുടുംബരാഷ്ട്രീയം, പണം, കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ, ബാഹ്യ ഇടപെടലുകൾ, ഇതെല്ലാമായിരുന്നു ഇത്രയും കാലം ശ്രീലങ്കയിലെ അധികാര രാഷ്ട്രീയം. അത്തരമൊരു മണ്ണിലാണ് അനുരാഗ് കുമാര ദീസനായകെ എന്ന മാർക്സിസ്റ്റുകാരനും ജനവിമുക്തി പെരുമുന എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നാഷണൽ പീപ്പിൾസ് പവർ മുന്നണി എന്ന ഇടതുപക്ഷ മുന്നണിയും ചരിത്രം എഴുതുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, രൂക്ഷമായ വിലക്കയറ്റം, തൊഴിലില്ലായ്മ. ശ്രീലങ്കയിൽ ഇന്ന് ജനജീവിതം ദുസ്സഹമാണ്. ഇത്രയും കാലം രാജ്യം ഭരിച്ചിരുന്ന മുഖ്യധാര പാർട്ടികളെ ജനത്തിന് മടുത്തിരിക്കുന്നു. ഇതിൻ്റെ പ്രതിഫലനമാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അനുരാഗ് ദിസനായകയ്ക്ക് 42.3% വോട്ടും പ്രേമദാസയ്ക്ക് 32.8% വോട്ടും റെനിൽ വിക്രമസിംഗയ്ക്ക് 17.27% വോട്ടും ലഭിച്ചു. രണ്ടാം മുൻഗണന വോട്ടുകൾ എണ്ണിയപ്പോൾ 52% വോട്ടുകളുമായി അനുരാഗ് ദിസനായകെ വൻ വിജയം നേടി. ഈ ഇലക്ഷനിൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്? 2022 ഈ ജനരോഷം ഈ രാജപക്ഷെ കുടുംബത്തിനോട് കത്തിക്കാളി നിൽക്കുമ്പോഴാണ് ഈ JVP-യുടെ ഈ ലീഡറിൻ്റെ ഈ ദിസാനായകയുടെ രംഗപ്രവേശനം. ജനങ്ങൾക്ക് തീർച്ചയായും അദ്ദേഹത്തിൽ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. കാരണം ഇനി മറ്റേ ശ്രീലങ്ക ഭരിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ ഇദ്ദേഹമാണ്. മറ്റ് രണ്ട് പാർട്ടികളും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ 2022 കഴിഞ്ഞ് 2 വർഷം നമ്മൾ കണ്ടതിലാണ് ശ്രീലങ്കയിൽ എക്കോണമി അവിടെ തകർന്നു. അവിടെ ജീവിക്കാൻ പറ്റാതെ വന്നു. അങ്ങനെയാണ് ജനരോഷം ആളിക്കത്തിയിട്ടാണ് ആ പ്രസിഡന്റിന് അവിടുന്ന് ഗോട്ടബായ രാജപക്ഷയ്ക്ക് രാജ്യം തന്നെ വിടേണ്ടി വന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ അയൽ രാജ്യത്ത് ഇതൊക്കെ നടന്നതാണ്. 2022 ശേഷം ഈ 2 വർഷത്തിനാണ് 2024 ഈ ഇലക്ഷനിൽ ജനങ്ങൾ ആ രണ്ട് പാർട്ടികളെയും പപ്പാടെ തള്ളി നീക്കി ഈ പുതിയ ഒരു ഭരണം നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണ് JVP-യുടെ ഒരു നേതാവായ ഈ ദിസാനായകയെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. അത് വളരെ അത്ഭുതം തന്നെയാണ്. അപ്പോൾ ജനങ്ങളുടെ ഒരു വിശ്വാസം, കാരണം ഇദ്ദേഹത്തിന് മാത്രം, ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു നായകനായിട്ടുള്ള ദിസാനായകയ്ക്ക് മാത്രമേ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് മാറ്റാൻ കഴിയുള്ളൂ എന്ന് ജനങ്ങളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അവർ അദ്ദേഹത്തിന് എൻമാസായിട്ട് വോട്ട് ചെയ്തതും അദ്ദേഹത്തെ അധികാരത്തിലെത്തിച്ചതും. ശ്രീലങ്ക അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കൊച്ചു രാജ്യം. എന്നാൽ ശ്രീലങ്കയുടെ ചരിത്രം രക്തം പുരണ്ടതാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വളരെ മുമ്പ് തോട്ടങ്ങളിൽ തൊഴിലെടുക്കുന്നതിനായി തമിഴ്നാട്ടിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കുടിയേറ്റമുണ്ടായി. ശ്രീലങ്ക പിന്നീട് അവരുടെ നാടായി. വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും തമിഴ് വംശജർ മുന്നേറ്റമുണ്ടാക്കി. അതെല്ലാം ഭൂരിപക്ഷം വരുന്ന സിംഹള ബുദ്ധിസ്റ്റ് വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ അസ്വസ്ഥതകൾ ലങ്കയിലെ മുഖ്യധാരാ പാർട്ടികൾ മുതലെടുത്തു. അവർ തമിഴ് വംശജരോട് വിവേചനപരമായി പെരുമാറാൻ തുടങ്ങി. ഭരണ സംവിധാനങ്ങൾ തമിഴരെ രണ്ടാംകിട പൗരന്മാരാക്കി. ഇതിനെതിരെ തമിഴർക്കിടയിൽ ഉയർന്ന ശക്തമായ പ്രതിഷേധമാണ് വേലുപ്പിള്ള പ്രഭാകരൻ മുതലെടുത്തത്. 1983 മുതൽ LTTE ഭീകരാക്രമണ പരമ്പരകൾ നടത്തി. ഒപ്പം സിംഹളർക്കിടയിൽ തമിഴ് വിരുദ്ധ വികാരം ആളിക്കത്തി. 2009 വേലുപ്പിള്ള പ്രഭാകരനെയും LTTEയെയും മാത്രമല്ല 100,000-ഓളം വരുന്ന നിരപരാധികളായ തമിഴരെയും കൊന്നൊടുക്കി. 2008
മഹിന്ദ രജപക്സെയുടെ കാലത്ത് തമിഴ് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പൂർണ്ണമായി അവർ തുടച്ചു നീക്കി. ആ യുദ്ധത്തിൽ 50,000-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ് ചാനൽ 4 റിപ്പോർട്ട് ചെയ്ത ഡോക്യുമെൻ്ററി പറയുന്നത്. ശ്രീലങ്കാസ് കില്ലിംഗ് ഫീൽഡ്സ് എന്ന പേരിൽ ലോകം ഞെട്ടലോടെയാണ് ആ ഡോക്യുമെൻ്ററി കണ്ടിരുന്നത്. ഏതായാലും വേലുപ്പള്ളി പ്രഭാകരനും അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടുള്ള മകനെ പോലും കൊലപ്പെടുത്തിക്കൊണ്ട് ആ സംഘർഷത്തിന് അവസാനം കുറിച്ചു. 2009 LTTE ഉന്മൂലനം ചെയ്തത്. മഹിന്ദ രാജപക്സെയായിരുന്നു അന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ്. അന്ന് മഹിന്ദ രാജപക്സെയ്ക്ക് ജയ് വിളിച്ചവർ പിന്നീട് മഹിന്ദ രാജപക്സെയെയും ഗോട്ടബായ രാജപക്സെയെയും കയ്യോടെ പിടികൂടാനായി തെരുവിലിറങ്ങി. കറകളഞ്ഞ മുതലാളിത്ത നയങ്ങളാണ് രാജപക്സെ സർക്കാർ നടപ്പിലാക്കിയിരുന്നത്. അവശ്യ വസ്തുക്കളുടെ വില കുതിച്ചുയർന്നു. തൊഴിലില്ലായ്മ രൂക്ഷമായി. രാജിവെക്കൂ, വീട്ടിൽ പോകൂ, ഇതായിരുന്നു പ്രക്ഷോഭകരുടെ ആവശ്യം. പ്രസിഡന്റ് ഗോട്ടബായ രാജപക്സെ രാജിവെച്ചു. ഗോട്ടബായയുടെ വീട് ഒരു വലിയ കൊട്ടാരമാണ്. കള്ളപ്പണം സൂക്ഷിച്ചിരുന്ന കൊട്ടാരം. ആ കൊട്ടാരം പ്രക്ഷോഭകർ കൈയടക്കി. (2019) നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 52.25% വോട്ട് നേടിയാണ് ഗോട്ടബായ രാജപക്സെ വിജയിച്ചത്. പിന്നാലെ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 225 അംഗ ശ്രീലങ്കൻ പാർലമെന്റിൽ 145 അംഗങ്ങളുടെ പിന്തുണയോടെ ഗോട്ടബായയുടെ ശ്രീലങ്ക പൊതുജന പെരുമുന പാർട്ടി അധികാരത്തിൽ വന്നു. ഗോട്ടബായയുടെ സഹോദരൻ മഹിന്ദ രാജപക്സ പ്രധാനമന്ത്രിയായി. മറ്റൊരു സഹോദരനായ ബേസിൽ രാജപക്സെ ധനമന്ത്രിയായി. രാജപക്സെ കുടുംബത്തിന്റെ കിച്ചൺ ക്യാബിനറ്റ് രാജ്യം ഭരിച്ചു. ജനരോക്ഷത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഒടുവിൽ ആ കുടുംബം രാജ്യം വിട്ടു. വളരെ മോശമായിട്ടാണ് ശ്രീലങ്കയിലെ ഈ സാമ്പത്തിക നിലപാട് നിൽക്കുന്നത്. ഇപ്പോഴും അവിടെ പെട്രോളിന് വില കൂടുതൽ, ഗ്യാസിന് വില കൂടുതൽ, പാല്, അരി, അങ്ങനെ നിത്യോപക സാധനങ്ങളൊക്കെ വില വളരെ കൂടി നിൽക്കുകയാണ്. എത്ര ഇൻഫ്ലേഷൻ, നാണ്യപ്പെരുപ്പം തന്നെ വളരെ കൂടുതൽ നിൽക്കുകയാണ്. പിന്നെ വളരെ എവിടെയെങ്കിലും ജോലിയില്ല. ജോലി കിട്ടുന്നവർക്കൊക്കെ വളരെ തുച്ഛമായ ശമ്പളമാണ്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു വളരെ പരിതാപകരമായ ഒരു സ്ഥിതി വിശേഷത്തിലാണ് 2022 വരെ നിന്നിരുന്നത്. പക്ഷേ റണിൽ വിക്രമസിംഗെ എന്ന ആളെ ആണ് രാജപക്സെ അന്ന് പ്രസിഡൻ്റാക്കിയിട്ട് വെച്ചത്. ഈ റണിൽ വിക്രമസിംഗെ യുണൈറ്റഡ് നാഷണൽ പാർട്ടിയുടെ ലീഡറാണ്. പക്ഷേ അദ്ദേഹത്തിന് ജനപിന്തുണയില്ല. പക്ഷേ എന്തോ തരത്തിൽ അങ്ങോട്ട് പാശ്ചാത്യ ശക്തികൾ അല്ലെങ്കിൽ ഇന്ത്യ അവരൊക്കെ ആയിട്ട് വലിയ താല്പര്യമുള്ള ഒരാളാണ് റണിൽ വിക്രമസിംഗെ. മാത്രമല്ല കുറച്ച് രാഷ്ട്രീയത്തിൽ കുറച്ച് പരിചയമുള്ള ഒരാളാണ്. ആരൊറ്റ കാര്യം കൊണ്ട് അദ്ദേഹം വേൾഡ് ബാങ്കിൽ IMFനെ സമീപിച്ചു. $87 ബില്യൺ ആണ് ആ സമയത്ത് IMFൽ നിന്ന് ശ്രീലങ്കയ്ക്കുള്ള ഒരു സഹായം കിട്ടിയത്. ആ സഹായം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ തിരിച്ചടവ് വളരെ കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റോട് കൂടിയാണ് തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? ഇത് തിരിച്ചടയ്ക്കണമെങ്കിൽ പണം കണ്ടെത്തണം. അപ്പോൾ ഈ റണിൽ വിക്രമസിംഗെ കണ്ടെത്തിയത് എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ ടാക്സ്, എല്ലാത്തിനും വില കൂടി. അങ്ങനെയുള്ള ഒരു കാലത്ത് തൽക്കാലം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ശ്രീലങ്കയെ കൊണ്ടുവന്നു എന്നല്ലാതെ സാമ്പത്തികമായിട്ട് ഈ നമുക്ക് IMF എന്ന് പണം കിട്ടിക്കഴിഞ്ഞാൽ, ലോൺ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് തിരിച്ചടയ്ക്കണമല്ലോ. അപ്പോൾ അത് സാധിക്കാതെ വരുമ്പോഴാണ് വളരെ മുറുക്കിയിട്ടാണ് ഇന്നത്തെ ശ്രീലങ്കയിലത്തെ ജനങ്ങൾ കഴിയുന്നത്. മഹിന്ദ രാജപക്സെ രാജിവെച്ച ഒഴിവിൽ റനിൽ വിക്രമസിംഗെ ശ്രീലങ്കൻ പ്രസിഡന്റായി. പക്ഷേ നയങ്ങളിൽ അടിസ്ഥാന മാറ്റമുണ്ടായില്ല. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായി ലോകബാങ്കിൽ നിന്ന് ശ്രീലങ്ക $290 കോടി വായ്പ എടുത്തു. കർശനമായും ചെലവ് ചുരുക്കണമെന്നതായിരുന്നു IMFന്റെ നിർദ്ദേശം. അതോടെ റനിൽ വിക്രമസിംഗെ സർക്കാർ നേരത്തെ ജനങ്ങൾക്ക് നൽകിയിരുന്ന സബ്സിഡികൾ വെട്ടിക്കുറച്ചു. പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ജീവിതം ദുസ്സഹമായി. ഈ ഘട്ടത്തിലാണ് ശ്രീലങ്കൻ ജനത ഒരു തിരുത്തൽ ശക്തിയെ കണ്ടെത്തിയത്. ആ ജനാഭിലാഷത്തിന്റെ പ്രതീകമാണ് അനുര ദീസനായകെ.
1965 മെയ് 14 രോഹന വിജയ് വീര എന്ന 22-കാരന്റെ നേതൃത്വത്തിൽ ജനത വിമുക്തി പെരുമുന എന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ശ്രീലങ്കയിലെ പാവപ്പെട്ടവരുടെ മോചനമായിരുന്നു ലക്ഷ്യം. 2 ഘട്ടങ്ങളിലായി JVP സായുധ പോരാട്ടങ്ങൾ നടത്തി. അപ്പുറത്ത് കമ്മ്യൂണിസത്തെ ഉന്മൂലനം ചെയ്യാനുള്ള പീഡനമുറകൾ ഊർജിതമായി. രണസിംഗെ പ്രേമദാസയുടെ ഭരണകാലത്ത് രോഹന വിജയ് വീര ഉൾപ്പെടെ 100 കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊല ചെയ്തു. പക്ഷേ JVPയെ ഉന്മൂലനം ചെയ്യാനായില്ല. ഒപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത നയവ്യതിയാനങ്ങളും JVPയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. LTTയെ നേരിടുന്നതിൽ പല ഘട്ടത്തിലും JVP സിംഹള ദേശീയതയ്ക്ക് ഒപ്പം നിന്നു. ഇതെല്ലാം കലുഷിതമായ ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ JVPയെ തളർത്തി. എന്നാൽ ഇപ്പോൾ വംശീയ രാഷ്ട്രീയത്തിലൂടെയല്ല, വർഗരാഷ്ട്രീയത്തിലൂടെയാണ് JVP ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ ආධිපත්‍ය നേടിയത്. ආණ්ඩුක ව්‍යවස්ථාව ආරක්ෂා කොට අනුගමනය කරන බවද ගෞරව බහුමානයෙන් යුක්තව ප්‍රකාශ කොට ප්‍රතිඥා දෙමි. അനുര ദിസനായകെ കുടുംബാധിപത്യത്തിലൂടെ പൊതുരംഗത്തെത്തിയ നേതാവല്ല, താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നവനാണ്. ശ്രീലങ്കയിലെ അനുരാധപുര ജില്ലയിലെ തമ്പൂട്ടേഗമ എന്ന ഗ്രാമമാണ് സ്വദേശം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തെത്തിയത്. 1995 സോഷ്യലിസ്റ്റ് സ്റ്റുഡന്റ് അസോസിയേഷന്റെ ദേശീയ സംഘാടകനായി. വളരെ പെട്ടെന്ന് മികച്ച സംഘാടകനെന്ന് പേരെടുത്തു. JVP കേന്ദ്ര കമ്മിറ്റിയിലും പൊളിറ്റ് ബ്യൂറോയിലും അംഗമായി. 2004 രാജ്യത്തിന്റെ കൃഷിമന്ത്രിയായി. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടപ്പോൾ ജനപിന്തുണയുള്ള നേതാവായി ദിസനായകെ ഉയർന്നു. ജനങ്ങൾക്ക് അഴിമതിയില്ലാത്ത ഭരണം, എല്ലാവരുടെയും വികസനം, ദേശസാൽക്കരണം, സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ഊന്നിയിട്ടുള്ള വികസന പദ്ധതി തുടങ്ങിയ ആശയങ്ങൾ അവർ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. അപ്പോൾ 2022 ഈ ഉയർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം നേടിയെടുക്കാൻ JVPക്കും അവരുടെ സഖ്യത്തിനും സാധിച്ചു. അതായത് ഈ പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടിക്കപ്പുറത്തേക്ക് JVP മുന്നണി, ദേശീയ ജനശക്തി മുന്നണി മുന്നോട്ട് വച്ച ഇടതുപക്ഷ ആശയങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമായി. രണ്ടാമത് ഈ ദിസനായകയുടെ നേതൃത്വം, അദ്ദേഹം വളരെ ജനകീയനാണ്, വളരെ ഗംഭീരമായിട്ട് സംസാരിക്കും, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വിമർശനം മുന്നോട്ട് വയ്ക്കും. അദ്ദേഹത്തിൻ്റെ വേഷവിധാനമൊക്കെ വളരെ പ്രധാനം, ജനങ്ങളുമായിട്ട് വളരെ ഐക്യപ്പെടുന്ന രീതിയിലുള്ള വളരെ സാധാരണ ഷർട്ടും അതുപോലെ പാൻസും അതിൽ തിരഞ്ഞെടുക്കുന്ന റൂം. പലപ്പോഴും അദ്ദേഹം കറുത്ത പാൻസും വെള്ള ഷർട്ടും ഇട്ടുമൊക്കെയാണ് വേദിയിൽ വരിക. അപ്പോൾ അങ്ങനെ നേരിട്ട് ജനങ്ങളോട് സംവദിക്കുന്ന സാധാരണക്കാരിൽ ഒരാൾ, ഞങ്ങളിൽ ഒരാൾ എന്ന ഫീലിംഗ് ഉണ്ടാക്കാൻ ദിസനായകയ്ക്ക് കഴിഞ്ഞു. അപ്പോൾ ആ ദിസനായകയുടെ അംഗീകാരവും അദ്ദേഹത്തിൻ്റെ നേതൃത്വവും അതോടൊപ്പം കൃത്യമായ മാർക്സിസ്റ്റ് പദ്ധതിയിൽ ഊന്നിക്കൊണ്ടുള്ള സോഷ്യലിസ്റ്റ് വികസന പദ്ധതിയും കൂടി ചേർന്നപ്പോൾ ജനങ്ങൾ JVP മുന്നണിക്ക് വോട്ട് ചെയ്തു. ആദ്യ ഫലം വന്നപ്പോൾ തന്നെ 42% വോട്ട് നേടി. രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയ്ക്ക് 32% വോട്ടാണ് കിട്ടിയത്. നിലവിൽ അധികാരത്തിലുണ്ടായിരുന്ന പ്രസിഡന്റ് റനിൽ വിക്രമസിംഘയെ വെറും 17% വോട്ട് ലഭിച്ചത്. ശ്രീലങ്കയിലെ തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് ആദ്യ റൗണ്ട് വോട്ടെണ്ണലിൽ 50%-ലധികം വോട്ട് നേടിയില്ലെങ്കിൽ അവരുടെ സെക്കൻഡ് പ്രിഫറൻസസ് വോട്ട് നേടും. ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ സെക്കൻഡ് പ്രിഫറൻസസ് വോട്ടുകൾ എണ്ണുന്നത്. അത് എണ്ണിയ സമയത്ത് 56% വോട്ട് നേടി കമ്മ്യൂണിസ്റ്റായ ദിസനായകെ ശ്രീലങ്കയിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീലങ്കൻ ജനതയുടെ പ്രതീക്ഷകൾ വാനോളമാണ്. തകർന്ന് തരിപ്പണമായ ശ്രീലങ്കൻ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കണം, സബ്സിഡികൾ പുനഃസ്ഥാപിക്കണം, വിലക്കയറ്റം പിടിച്ചു നിർത്തണം, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, ദരിദ്രർക്കും സാധാരണക്കാർക്കുമെല്ലാം ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കണം. LTTE ഉന്മൂലനം ചെയ്യപ്പെട്ടു. പക്ഷേ വംശീയ വിദ്വേഷത്തിന്റെ വേരുകൾ പൂർണ്ണമായും പറിച്ചു മാറ്റപ്പെട്ടിട്ടില്ല. വർഗീയതയും ഭീകരവാദവും ശക്തിപ്പെടുന്നു. സാഹചര്യങ്ങൾ തികച്ചും പ്രതികൂലമാണ്. അനുര ദിസനായകയ്ക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. ശ്രീലങ്ക നേരിടുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ തീർച്ചയായിട്ടും ദിസനായകയ്ക്കാകും. പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികൾ അത് നെപ്പോട്ടിസം, സ്വജനപക്ഷപാതത്തിൻ്റെ അങ്ങേ തലയായിരുന്നു. രജപക്സ
കുടുംബത്തിൻ്റെ ഭരണമാണ് മഹീന്ദ്ര രജപക്സെയുടെ കാലത്തും ഗോട്ടാബായ രജപക്സെയുടെ കാലത്തും നിലനിന്നത്. അതുപോലെ റെനിൽ വിക്രമസിംഹയാണെങ്കിലും ഇവരൊക്കെ കുടുംബാധിപത്യത്തിൻ്റെ ഭരണമാണ് അവിടെ നടത്തിയിരുന്നത്. അതോടൊപ്പം അവരുടെ വികസന കാഴ്ചപ്പാട് തീർത്തും ആഗോളീകരണ സാമ്പത്തിക നയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. ലോകത്തിൻ്റെ എല്ലായിടത്തുനിന്നും വലിയ രൂപത്തിൽ കടം വാങ്ങിച്ച് വികസനം നടത്തുക എന്നുള്ളതായിരുന്നു പോളിസി. അത് ചൈനയിൽ നിന്നും വൻ രീതിയിൽ കടം സ്വീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഹമ്പൻടോട്ട തുറമുഖം അവർക്ക് നഷ്ടപ്പെട്ടത്. തിരിച്ചടവ് മുടങ്ങിയ സമയത്ത് 99 വർഷത്തേക്ക് ഹമ്പൻടോട്ട തുറമുഖം ചൈനയ്ക്ക് പാട്ടത്തിന് കൊടുക്കേണ്ടി വന്നു. ഈ രീതിയിൽ ജനപക്ഷ സാമ്പത്തിക നയം മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം നേതൃത്വത്തിൻ്റെ അഴിമതിയും നേതൃത്വത്തിൻ്റെ സ്വജനപക്ഷപാതവും ഇതൊന്നും പക്ഷേ JVPയെ സംബന്ധിച്ചിടത്തോളം സാധ്യതയില്ല. തികച്ചും മാന്യനായ ഒരു ഹോണസ്റ്റ് പ്രസിഡന്റ് വി വോണ്ട് എന്നതായിരുന്നു അവർ ജനങ്ങൾ ആഗ്രഹിച്ചത്. എല്ലാ സർവേകളിലും അവർ പറയുന്നത് സംശുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കണം എന്നുള്ളതാണ്. ദിസനായിക 55 വയസ്സുകാരൻ്റെ ദിസനായികയുടെ ഇതുവരെയുള്ള ട്രാക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഹോണസ്റ്റാണ്, ജനപക്ഷ സാമ്പത്തിക നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നയാളാണ്, ജനങ്ങളോട് ആത്മാർത്ഥതയുള്ളൊരു നേതാവാണ്. അതുപോലെ എക്കാലത്തും ജനങ്ങളോട് ഐക്യപ്പെട്ടു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ നേതൃത്വം എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും. ശ്രീലങ്കൻ പാർലമെന്റിൽ അനുര ദിസനായികയുടെ JVPക്ക് നിലവിൽ 3 അംഗങ്ങൾ മാത്രമാണുള്ളത്. പ്രസിഡന്റ് പാർലമെന്റ് പിരിച്ചുവിട്ടു. നവംബർ 14-ന് തെരഞ്ഞെടുപ്പ് നടക്കും. ശ്രീലങ്കൻ പാർലമെന്റിൽ ആകെ 225 അംഗങ്ങളാണുള്ളത്. ഭൂരിപക്ഷത്തിന് 113 അംഗങ്ങളുടെ പിന്തുണ വേണം. ദിസനായികയുടെ ജനപിന്തുണ JVPക്ക് ഗുണകരമാകും. എന്നാൽ പ്രതികൂല ഘടകങ്ങൾ ഏറെയുണ്ട്. ഇപ്പോഴും തമിഴ് ജനതയ്ക്കിടയിൽ വിശ്വാസമാർജിക്കാൻ JVPക്ക് ആയിട്ടില്ല. ന്യൂനപക്ഷങ്ങൾക്കിടയിലും JVPക്ക് സ്വാധീനമില്ല. മാറിയ സാഹചര്യം ഗുണകരമാവുമെന്നാണ് JVPയുടെ കണക്കുകൂട്ടൽ. ശ്രീലങ്ക ഇന്ന് നേരിടുന്ന അതീവ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്ക്, തൊഴിലില്ലായ്മയ്ക്ക്, വിലക്കയറ്റത്തിന് ഇതിനെല്ലാം പരിഹാരം കാണാൻ ഒരു ബദൽ സാമ്പത്തിക നയം അവർ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിരുന്നു. അത് നടപ്പാക്കാൻ അവർക്ക് സാധിക്കും. അത് നടപ്പാക്കാനുള്ള വിൽ പവറും അവർക്കുണ്ട്. അതോടൊപ്പം നല്ല അക്കാഡമീഷ്യ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഹരിണി സൂര്യ, അല്ലേ? അവർ 2020 തെരഞ്ഞെടുപ്പിൽ ജയിച്ച 3 പാർലമെൻറ്റ് അംഗങ്ങളിൽ ഒരാളാണ് അവർ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളല്ല, അക്കാഡമീഷ്യനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ത്രീയെ അദ്ദേഹം പ്രൈം മിനിസ്റ്ററായിട്ട് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു നല്ല ടീമായി പ്രവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് തീർച്ചയായിട്ടും ശ്രീലങ്കയെ ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാവും. ഏറെക്കാലം ഇന്ത്യയെ ആശ്രയിച്ച് നിന്നിരുന്ന രാജ്യമായിരുന്നു ശ്രീലങ്ക. തമിഴ് വംശീയ പ്രശ്നത്തിൽ ഇന്ത്യ കൈക്കൊണ്ട ബുദ്ധിശൂന്യവും മനുഷ്യത്വരഹിതവുമായ ഇടപെടലുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ അന്നത്തെ കേന്ദ്ര സർക്കാർ പിന്തുണയോടെ തമിഴ്നാട്ടിൽ LTTE പരിശീലന ക്യാമ്പുകൾ ആരംഭിച്ചു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ സമാധാനം സംരക്ഷിക്കാനെന്ന കാരണം പറഞ്ഞ് ശ്രീലങ്കയിലേക്ക് ഇന്ത്യൻ സേനയെ അയച്ചു. അതോടെ ശ്രീലങ്കയിലെ സായുധ പോരാട്ടം LTTEയും ഇന്ത്യൻ സേനയും തമ്മിലായി. LTTE ഇന്ത്യയെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചു. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് LTTE ഭീകരർ രാജീവ് ഗാന്ധിയെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തി. ഇതെല്ലാം ഇന്ത്യ ശ്രീലങ്ക നയതന്ത്ര ബന്ധത്തിലും പ്രതിഫലിച്ചു. ഈ സാഹചര്യം മുതലെടുത്തത് ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വിശ്വാസമുള്ള ഒരൊറ്റ രാജ്യം അവർക്ക് ശ്രീലങ്കക്കാർക്ക് ഇന്ത്യ മാത്രമാണ്. പക്ഷേ കഴിഞ്ഞ മഹീന്ദ്ര രാജപക്ഷ കാലത്ത് അവർ സ്വല്പം ഈ വിട്ടിട്ട് ഒന്ന് വ്യതിചലിച്ചിട്ട് അവർ ചൈനയോട് അടുപ്പായി. ഈ ചൈനയിൽ നിന്ന് അതുകൊണ്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ ചൈനയിൽ നിന്ന് ഒരുപാട് ധാരാളം പ്രൊജക്റ്റിന് സ്ഥലം കൊടുത്തു ചൈനയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ധാരാളം ചൈന പ്രൊജക്റ്റുകൾ ധാരാളം വന്നു. അങ്ങനെ ചൈനയുടെ അടുപ്പം വന്നപ്പോൾ അത് കൂടുതൽ ഇന്ത്യക്ക് ഒരു സ്വല്പം വിഷമായിത്തീരുന്നു. എന്നാൽ ശ്രീലങ്കയിലത്തെ ജനങ്ങൾക്ക് ഇന്ത്യയോടുള്ള ആ സ്നേഹം ഇപ്പോഴും വിട്ടു നിന്നിട്ടില്ല. പിന്നെ ഇതിലൊരു കാര്യം കൂടി പറയാം. എന്താണ്, ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ലീഡറാണ് ഈ ഇപ്പോഴത്തെ പ്രസിഡന്റ്. സ്വാഭാവികമായിട്ടും ചൈന എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിനുള്ള അവർക്ക് അടുപ്പം തോന്നും. എന്നിരുന്നാലും അവർക്ക് ഇന്ത്യ മറക്കാൻ കഴിയില്ല. അദ്ദേഹം പ്രസിഡൻ്റായിട്ട്
തെരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇതാണ്, നമുക്ക് ഇന്ത്യയെ മറക്കാൻ കഴിയില്ല. ഇന്ത്യയിലത്തെ നമുക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ ഡിസാനായക എന്ന പ്രസിഡന്റ് ആവുന്ന ഇലക്ഷന് മുമ്പേ അദ്ദേഹം ഡൽഹിയിൽ വന്നത്. ഡൽഹിയിലത്തെ എല്ലാവരോടും സംസാരിച്ചു. അപ്പോൾ ഇന്ത്യയായിട്ടുള്ള ബന്ധം ഒരിക്കലും ശ്രീലങ്ക നഷ്ടപ്പെടുത്താൻ പോകുന്നില്ല. ഇന്ത്യക്ക് തീർച്ചയായിട്ടും അവരൊരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും ശ്രീലങ്കയ്ക്ക് അതില്ലാതെ പറ്റില്ല എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം. സാർക്ക് മേഖലയിൽ ഇന്ന് ഇടതുപക്ഷം ശക്തിപ്പെടുകയാണ്. നേപ്പാൾ ഭരിക്കുന്നത് ശർമ്മ ഓലിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. നേപ്പാളിന് പിന്നാലെ ശ്രീലങ്കയിലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. ലോകത്തെ 115 രാജ്യങ്ങളിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. 21 രാജ്യങ്ങൾ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ ഇടതുപക്ഷ പാർട്ടികളോ ആണ്. ലോകം മാറുകയാണ്. കമ്മ്യൂണിസം തകർന്നു എന്ന് വിധി എഴുതിയവർ ഈ മാറ്റം കാണണം. ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, അതീവ ഗുരുതരമായ മുതലാളിത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ഘട്ടങ്ങളിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം നോക്കിയത് മാർക്സിസത്തിലേക്കാണ്. ഇപ്പോൾ 2008 അമേരിക്കയിൽ ആരംഭിച്ച ദീർഘ റിസഷൻ, ലോങ് റിസഷൻ ആരംഭിച്ചല്ലോ 2008. അപ്പോൾ അമേരിക്കയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകം മൂലധനമായിരുന്നു. ആളുകൾ മാർക്സിസവും മൂലധനവും വായിക്കാൻ തുടങ്ങി. എങ്ങനെ ഈ മുതലാളിത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പരിഹാരം കാണാം എന്നുള്ളതാണ്. ശ്രീലങ്കയും അത്തരത്തിലുള്ളൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. വലിയ സാമ്പത്തിക തകർച്ചയിലേക്കും രാഷ്ട്രീയ തകർച്ചയും കുടുംബാധിപത്യവും നിലനിൽക്കുന്ന സമയത്ത് ഒരു ബദൽ മാർഗം എന്ന നിലയ്ക്ക് ജനങ്ങൾ ഇടതുപക്ഷത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ശ്രീലങ്കയിൽ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരും, സാമ്പത്തിക മാറ്റം കൊണ്ടുവരും, സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടും. മതനിരപേക്ഷത എന്നത് ഒരു യൂറോപ്യൻ ആശയമാണത്രേ. ഇങ്ങനെ പറഞ്ഞത് തമിഴ്നാട് ഗവർണറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസനുമായ RN രവിയാണ്. മനുഷ്യത്വം എന്നതും ഒരു വൈദേശിക ആശയമാണെന്ന് പറയുന്ന കാലം വരാതിരിക്കട്ടെ. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.